പൊളിച്ച കക്ഷികൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഹിന്ദുക്കൾക്കല്ലത് വിട്ടുകൊടുത്ത്. അതാണ് പ്രശ്നം. ഇത് ഹിന്ദു പ്രശ്നമല്ല എന്നാ. അവിടെ അയോധ്യയിൽ രാമക്ഷേത്രം പണിയണം എന്നുള്ളത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള കോൺഗ്രസിൻ്റെ അജണ്ടയല്ല. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള സമാജ്വാദി പാർട്ടിയുടെ അജണ്ടയിലില്ല. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ബഹുജൻ സമാജ് പാർട്ടിയുടെ അജണ്ടയിലില്ല. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള മറ്റ് മതേതര പ്രസ്ഥാനങ്ങളുടെ അജണ്ടയിൽ രാമക്ഷേത്രം ഇല്ല. രാമക്ഷേത്രം ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യമാണെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കണമായിരുന്നു. ഹിന്ദു സമുദായത്തിൻ്റെ മതേതര ബോധമുള്ള സ്നേഹസമ്പന്നരായ അതിൻ്റെ ആചാര്യന്മാർ ഇത് ഞങ്ങളുടെ ക്ഷേത്ര നഗരിയാണ്, ഇത് ഞങ്ങൾക്ക് വിട്ടുതന്ന് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും എന്നേ ആ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ തയ്യാറായിരുന്നു. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. മൗലാന അബുൽ ഹസൻ അലി നദ്വി അടക്കമുള്ള ആളുകൾ ആ വിഷയത്തിൽ ശക്തമായ ചൂടുവയ്പ്പുകൾ നടത്തിയതാണ്. പക്ഷേ പ്രശ്നത്തെ ഹൈന്ദവ കാശി മഠാധിപതി അടക്കമുള്ളവരുമായി, അവരാണല്ലോ ഹിന്ദു നേതാക്കൾ, RSSകാരല്ലോ, നേതാക്കന്മാരുമായി ആലോചിച്ച് ആ വിഷയത്തിൽ ചില സ്റ്റെപ്പുകൾ വെച്ചപ്പോൾ മഠാധിപതി ഹിന്ദുക്കളെ വഞ്ചിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വർഗീയവാദികളായ RSSകൾ രംഗത്ത് വന്നു. ചില മുസ്ലിമീങ്ങളും പറഞ്ഞു മൗലാന മുസ്ലിമീങ്ങൾ ഒറ്റുകൊടുക്കാൻ പോവാണെന്ന്. ചില കാര്യങ്ങളിൽ അവിടെ പള്ളി നിലനിർത്തിക്കൊണ്ട് സ്നേഹപൂർണമായ ഒരു അനുരഞ്ജനത്തിന് വേണ്ടി പണ്ടേ മൗലാന പേഴ്സണൽ ലോ ബോർഡിൻ്റെ സ്ഥാപകനായ ചെയർമാൻ മൗലാന അബുൽ ഹസൻ അലി നദ്വി നീക്കം നടത്തിയതാണ്. ഹിന്ദു സമുദായത്തിന് അത്രമാത്രം വൈകാരികതയുള്ള ഹിന്ദു വിശ്വാസവുമായി കൃത്യമായി ബോധ്യമുള്ള ഒരു പ്രശ്നമല്ല ബാബരി മസ്ജിദ് പ്രശ്നം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഹിന്ദുത്വക്കാരെന്ന് പറയുന്ന ഹിന്ദു സമൂഹത്തിലെ ഭീകരവാദികളുടെ അജണ്ടയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്. ഹിന്ദു സമുദായത്തെ, ഹിന്ദു മതത്തെ അധികാര താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തീവ്രവാദികളുടെ മാത്രം അജണ്ടയാണ്. അല്ലെങ്കിൽ ഹിന്ദുക്കളുള്ള കോൺഗ്രസ് എന്താ അത് വയ്ക്കാത്തത്? ഹിന്ദുക്കളുള്ള മറ്റു പാർട്ടികൾ എന്താ വയ്ക്കാത്തത്? ഈ BJPക്ക് ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ 100 പേർ വോട്ട് ചെയ്തപ്പോൾ, എല്ലാവരും വോട്ട് ചെയ്യാറില്ല, 135 കോടിയിൽ 60% വോട്ട് ചെയ്യുമ്പോൾ 50 കോടി വോട്ട് ചെയ്യാതെ നിൽക്കുക. അതിൽ ഹിന്ദുക്കളാ ഭൂരിപക്ഷം. അവർ വോട്ടേ ചെയ്യുന്നില്ല. ബാക്കി വോട്ട് ചെയ്ത 100 പേരിൽ 31 പേര് 31 പേർ മോഡിക്ക് അനുകൂലമായി, BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ 69 പേര് മോഡിക്കെതിരാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ആർക്കാ ഭൂരിപക്ഷം? രണ്ടാമത് തിരിച്ചാണ്. EVM വോട്ടിംഗ് മെഷീനും ഒക്കെ ഉപയോഗിച്ച രണ്ടാമത്തെ സംഭവത്തിലും ഇപ്പോഴും വോട്ട് ചെയ്തവരിൽ 38% അപ്പുറത്ത്, 62% എതിരാ. അപ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടതല്ലിത്. ഇത് ഹിന്ദുക്കളുടെതല്ല പ്രശ്നം. പള്ളി പൊളിച്ച് ഭരണഘടനയെ അട്ടിമറിച്ച് നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദം തകർത്ത് വർഗീയ വിദ്വേഷം ജനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികളുടെ അജണ്ടയാണത്. ആ അജണ്ടയ്ക്ക്, അതുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി നിന്നവർക്ക് ദൗർഭാഗ്യവശാൽ അനുകൂലമായ നിലയിൽ ഒരു വിധി വന്നു എന്നതിൻ്റെ ദുഃഖം, അത് ദുഃഖം തന്നെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ. ഇതിൽ മുസ്ലിം സമുദായം തൃപ്തരാണെന്ന് ആര് പറഞ്ഞാലും തൃപ്തരൊന്നുമല്ല. തൃപ്തിപ്പെടാതിരിക്കാൻ, വിയോജിക്കാൻ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്. പക്ഷേ കോടതി വിധി അന്തിമമാണ്. അന്തിമമായ കോടതി വിധിയെ നമ്മൾ മാനിക്കും. ഇനിയും കോടതിയിലോട് ഒരു റിവ്യൂ പെറ്റീഷനിലൂടെ വേണമെങ്കിൽ ഇടപെടൽ നടത്താൻ നമ്മൾ ശ്രമിക്കും. കോടതി വിധി അത് പുനഃപരിശോധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെ വീണ്ടും ഒരുപക്ഷെ നിരാശരാക്കിയാൽ നമ്മൾ കോടതി വിധിയെ മാനിക്കും. കോടതി വിധിയെ ലംഘിച്ചുകൊണ്ട് നമ്മൾ ഈ രാജ്യത്തൊരു ഭീകരപ്രവർത്തനം നടത്തിയിട്ടില്ലല്ലോ. മുസ്ലിമീങ്ങൾ ഭരണഘടനയെ മാനിക്കുന്നവരും ദേശസ്നേഹികളുമാണ്. അതുകൊണ്ട് നമ്മൾ കോടതി വിധിയെ മാനിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു കാരണവശാലും നമ്മൾ തൃപ്തരല്ല എന്ന കാര്യം നാം തുറന്നു പറയുകയാണ്. തൃപ്തരല്ല. കാരണം കോടതിക്ക് തന്നെ ബോധ്യമുണ്ട് ഈ വിധി നീതിപൂർവകമല്ല. കോടതിയുടെ എല്ലാ പ്രസ്താവത്തിൻ്റെ ഓരോ അതിൻ്റെ പരാമർശങ്ങളിലും അതുണ്ട്. എൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഇവിടെ ആ സ്ഥലം ഏറ്റെടുത്തപ്പോൾ മുസ്ലിങ്ങൾക്ക് 5 ഏക്കർ ഭൂമി അയോധ്യയിൽ തന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടേക്കുക. മുസ്ലിമീങ്ങളുടേതല്ല ആ ഭൂമിയെങ്കിൽ എന്ന് പറഞ്ഞാൽ അവകാശിയെ സാന്ത്വനിപ്പിക്കുകയാണ് കോടതി. അവകാശിയാണ്. അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു, ഒരു കെട്ടിടമുണ്ടായിരുന്നു എന്ന് ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. അത് ക്ഷേത്രമാണെന്നതിന് തെളിവില്ലെന്ന് കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. അവിടെ വിഗ്രഹം കൊണ്ടുവച്ചത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പള്ളി പൊളിച്ചത് തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം?
കോടതിക്ക് തന്നെ അറിയാം ഇവർക്കിത് വിട്ടുകൊടുക്കുന്നത് നീതിയല്ല. പിന്നെന്താ, ഇവിടെ കുറെ ആളുകൾ കലാപം ഉണ്ടാക്കി രാജ്യത്ത് ചോരച്ചാൽ ഇവിടെ ചോരപ്പുഴ ഒഴുക്കുമെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി ആയിരിക്കാം ഒരു പക്ഷേ സുപ്രീം കോടതി ആ വിധി പറഞ്ഞത് എന്ന് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അതാണല്ലോ 5 ഏക്കർ ഇപ്പുറത്ത് കൊടുക്കാൻ പറഞ്ഞേ. അപ്പം അതുകൊണ്ട് സുപ്രീം കോടതിയുടെ നിസ്സഹായാവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയാ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. അല്ല 5 ഏക്കർ എന്തിനാ മുസ്ലിങ്ങൾക്ക് ഒരു പള്ളി 5 ഏക്കറിൽ ഒരു പള്ളി ഇല്ലാത്തതിൻ്റെ പേരിലാണോ ഈ കേസ് മുഴുവൻ നടത്തിയേ? ഹിന്ദുക്കളിൽ തീവ്രവാദികളായ ഒരു വിഭാഗമാണ് ഈ ആശയവുമായി മുന്നോട്ട് പോയതെങ്കിൽ മുസ്ലിം സമുദായത്തിലെ തീവ്രവാദികളല്ല. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ മുഴുവൻ പിന്തുണയുള്ള എല്ലാ സംഘടനകളും ഒന്നിച്ചാണ് ബാബരി മസ്ജിദ് തന്നെയാണ്, അത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞ് കേസ് നടത്തിയത്. അത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ്, അത് മുസ്ലിമീങ്ങളുടെ വികാരമാണ്. പക്ഷെ മുസ്ലിമീങ്ങളുടെ വികാരം കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്നും പറഞ്ഞുകൊണ്ട് കരിനിയമം വാഴുന്ന വിധത്തിൽ നമ്മുടെ രാജ്യത്ത് അധികാരം വാഴുമ്പോൾ സുപ്രീം കോടതി പോലും നിസ്സഹായകമാണ് എന്ന സൂചന നമ്മുടെ രാജ്യത്ത് നൽകുന്നതോടൊപ്പം തന്നെ നിയമവാഴ്ചയെക്കുറിച്ച് കൂടി സംശയം ജനിപ്പിക്കുന്ന ഒരു വിധി പ്രസ്താവമായി പോയി എന്ന് പറയാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ട് ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും അക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. നിയമവാഴ്ചയിൽ രാജ്യത്തെ പൗരന്മാർക്ക് സംശയമുണ്ടാക്കുന്നതാണ് ഇത്. അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ ഇനിയും പള്ളികളുടെ മേൽ അവകാശവാദവുമായി മറ്റുള്ളവർ കടന്നു വരാനും ഈ കീഴ്വഴക്കം ഉപയോഗിച്ചുകൊണ്ട് ഇനിയും വിധികൾ ഉണ്ടാകാനും കാരണമാകും. അതുകൊണ്ട് ഇനിയും പരമാവധി നമ്മുടെ കഴിവിൻ്റെ പരമാവധി നിയമപരമായ വഴികളിലൂടെ മുന്നോട്ട് പോവുക തന്നെ വേണം. ഇതിൻ്റെ മുമ്പിൽ സറണ്ടർ ആകാൻ പാടില്ല എന്നുള്ളതാണ് മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവികാരവും താല്പര്യവും. അതിൻ്റെ കാരണം എന്താ? ഇതൊരു കീഴ്വഴക്കാകാൻ പാടില്ല. സുപ്രീം കോടതിക്ക് തന്നെ അറിയാവുന്നതുപോലെ നീതിപൂർവമായ വിധി ഇവിടെ നടന്നിട്ടില്ല. ഇതൊരു മാധ്യസ്ഥം മാത്രമാണ്. മാധ്യസ്ഥ വിധി എന്നേ നമുക്കിതിനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. ഒരു ആർബിട്രേറ്ററുടെ റോളിൽ സുപ്രീം കോടതി പ്രവർത്തിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ, ദൗർഭാഗ്യകരമല്ലേ നമുക്ക് പറയാനുള്ളത് കാര്യത്തിൽ. ബാബരി മസ്ജിദ് ഒന്ന് നമ്മുടെ KR നാരായണൻ പറഞ്ഞു, രാജ്യത്തിൻ്റെ സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാമത്തെ ദുരന്തം രാഷ്ട്രപിതാവിനെ കൊന്നതാണ്. ആരാ കൊന്ന? മുസ്ലിങ്ങളല്ല, ഈ കൊന്നവർ തന്നെ, ഈ ചെയ്തവർ തന്നെ. രണ്ടാമത്തെ ദുരന്തം ബാബരി മസ്ജിദ് പൊളിച്ചതാണ്. KR നാരായണൻ പറഞ്ഞു, ആരാ ചെയ്തേ? അതും ഈ വർഗീയവാദികൾ തന്നെ, ഹിന്ദുക്കളല്ല, ഹിന്ദുത്വ വർഗീയവാദികൾ. ഇപ്പോൾ ഇതാ ദൗർഭാഗ്യവശാൽ ഒരു 3-ാം ദുരന്തം സംഭവിച്ചിരിക്കുന്നു. പൊളിച്ചെങ്കിലും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ആ വേദന കടിച്ചമർത്തിയത് രാജ്യത്തിനൊരു സുപ്രീം കോടതിയുണ്ട്. അതൊരിക്കലും ഏകപക്ഷീയമായി വിധിക്കില്ല, അതൊരിക്കലും ഞങ്ങളുടെ നീതി നിഷേധിക്കില്ല എന്ന് 25 കൊല്ലത്തിലേറെ കാലമായി രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അത് വിധി പറയട്ടെ. വിധി അവകാശിക്ക് കൊടുത്തതിന് ശേഷം ഒരു മാധ്യസ്ഥം കോടതിക്ക് പലതും പറയാമായിരുന്നു നല്ലത്, പക്ഷെ അതൊന്നും പറയാൻ എന്തുകൊണ്ടോ കോടതിക്ക് കഴിഞ്ഞില്ല എന്നത് സങ്കടകരമാണ്. അവകാശം ഇത് തന്നെയാണ്. പക്ഷേ ഒരു മാധ്യസ്ഥത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ മുസ്ലിം നേതൃത്വം ശ്രമിക്കണമെന്ന് കോടതി ഒരു പ്രസ്താവന കൂടി അതിൻ്റെ പിന്നിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ തീർച്ചയായും അത് പരിഗണിക്കുമായിരുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ അത് സംഭവിച്ചില്ലെന്നുള്ളത് നമുക്ക് ദുഃഖകരമാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയൊക്കെ ആരുണ്ടാക്കിയതാ? മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധി, ലോകത്ത് പ്രതിസന്ധി, അതുപോലെ ഇവിടെ പ്രതിസന്ധി. ഈ പ്രതിസന്ധികളൊക്കെ ആരുണ്ടാക്കുകയാണ്? ശത്രുക്കൾ മുസ്ലിം ലോകത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയോടൊപ്പം ഇന്ത്യ കൂടിയിട്ടില്ല ഗാന്ധിജിയുടെ കാലത്ത്, ഇസ്രയേലിനോടൊപ്പം ഇന്ത്യ കൂടിയിട്ടില്ല ഗാന്ധിജിയുടെ കാലത്ത്, ചേരിചേര രാജ്യമാണ് നെഹ്റുവിൻ്റെ കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൂടിയിട്ടില്ല, ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന സാത്വികന്റെ കാലത്ത് കൂടിയിട്ടില്ല. നമ്മുടെ രാജ്യത്ത് അക്കാലത്തൊന്നും ഇവരെ ഒരു രാജ്യമായി പോലും ഇസ്രായേലിനെ കണ്ടില്ല, നയതന്ത്ര ബന്ധം സ്ഥാപിച്ചില്ല. അതിനുശേഷം രാജ്യത്തിൻ്റെ യശസ് അടിയറ വെച്ച ഒരു പ്രധാനമന്ത്രിയാണ് നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. അങ്ങനെയുള്ള നമ്മുടെ പ്രധാനമന്ത്രിമാർ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണകർത്താക്കളൊക്കെ നമ്മുടെ രാജ്യത്ത് നമുക്കൊരു പ്രതിസന്ധിയും വാങ്ങി തന്നില്ല. പ്രതിസന്ധിയില്ല ഇവിടെ. മുസ്ലിമിന് യഥാർത്ഥത്തിൽ രാജ്യത്ത് പ്രതിസന്ധിയില്ല. പ്രതിസന്ധി ഉണ്ടാകുന്നത് ആഗോള സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യങ്ങൾക്ക് നമ്മുടെ ഭരണകർത്താക്കൾ വശംവദരാകുമ്പോൾ മാത്രമേ പ്രതിസന്ധി ഉണ്ടാകുകയുള്ളൂ. ഇന്ത്യയെ സ്നേഹിക്കുന്ന ഭരണകർത്താക്കൾ ഉള്ളിടത്തോളം കാലം മുസ്ലിമീങ്ങൾക്ക് ഇവിടെ പ്രതിസന്ധിയില്ല. ലോകത്ത് നീതി നൽകുന്ന ഭരണകർത്താക്കൾ ഉള്ളിടത്തോളം മുസ്ലിമീങ്ങൾക്ക് പ്രതിസന്ധിയില്ല. പക്ഷേ നീതി നിഷേധിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചാൽ ഇസ്ലാമും മുസ്ലിങ്ങളും തകർന്നു പോകുമെന്നുള്ള
ധാരണയും സങ്കല്പവും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരാ ധാരണ തിരുത്തുന്നതാണ് നല്ലതെന്ന് പ്രവാചകന്റെ പാത നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മക്കയിൽ ഏകദൈവ വിശ്വാസവും പറഞ്ഞുകൊണ്ട് ലോകത്ത് പലതായി ദൈവത്തിൻ്റെ പേരിൽ തലതല്ലി തമ്മിലടിച്ച് തലതല്ലി കീറി അങ്ങുമിങ്ങും കൊന്നും കൊല്ലിച്ചും ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹത്തിനെ തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത സുകുമാർ കക്കാട് അക്കാലഘട്ടത്തെ വർണ്ണിക്കുന്നത് അങ്ങനെയാണ്. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത അറേബ്യൻ ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. അങ്ങനെ ആ വലിയ കാട്ടുക്രൗര്യങ്ങൾ, ഗോത്രക്കുറുമ്പ്, കറുത്തവൻ വെളുത്തവൻ സവർണൻ അവർണൻ, ഓരോരുത്തർക്കും ഓരോ ദൈവം, ലാത്ത ഉസ്സ മനാത്ത, അങ്ങനെ ഒരുപാട് ദൈവങ്ങളെ വെച്ച് ഒരു ദൈവത്തെ ആരാധിക്കാൻ അപരൻ അവകാശമില്ലെന്ന് പറഞ്ഞ് ജനങ്ങളെ നമ്മളെ ഇന്ത്യയിൽ നിലനിന്നത് പോലെ ജനങ്ങളെ ചേരിതിരിച്ച ജനങ്ങൾക്കിടയിലേക്ക് വന്നുകൊണ്ട് അയ്യുഹന്നാസേ ജനങ്ങളെ ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും മിൻ ബനി ആദമ വ ആദമു മിൻ തുറാബ്. ജനങ്ങളെ, നിങ്ങളുടെ നാഥൻ രക്ഷിതാവ് ഒരുത്തനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ അച്ഛനും വാപ്പയും ഒരാൾ മാത്രമാണ്, ആദമാണ്. കുല്ലുക്കും മിൻ ബനി ആദമ, നിങ്ങളെല്ലാം ആദമിൻ്റെ മക്കളാണ്. വ ആദമു മിൻ തുറാബ്, ആദമോ മണ്ണിൽ നിന്ന് പിറന്നവനാണ്. വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ഞാൻ മുകളിലാണ് അവൻ താഴെയാണെന്ന് പറഞ്ഞ് വേർതിരിക്കുന്നവരെ, നിങ്ങളുടെ പിതാവിൻ്റെ പിറവി മണ്ണിൽ നിന്നാണ്. നിങ്ങളുടെ വാപ്പ ഒന്നാണ്. മുഴുവൻ മനുഷ്യരെ, നിങ്ങളുടെ വാപ്പ ഒന്നാണ്. നിങ്ങളുടെ മുഴുവൻ സൃഷ്ടാവായ റബ്ബുടെ ഒരുവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനങ്ങളെ ഒറ്റ നൂലിൽ ഒന്നിച്ചു ചേർത്തില്ലേ അല്ലേ? സ്വർഗത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽപ്പാലം പണിത പ്രവാചക. ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക. ആരാ പറയുന്നേ? സുകുമാർ കക്കാട് പാടുന്നുണ്ടത് എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവിതത്തിന്റെ ഭിന്നമായ നാദവൈചിത്രങ്ങളെ അതിനെ ഏകമാം സത്തയിൽ ഏകദൈവം പരിചയപ്പെടുത്തി, ഏകപിതാവിനെ പരിചയപ്പെടുത്തി ഏകമായ സത്തയിൽ ബന്ധിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി ശ്രമിച്ചപ്പോൾ ഇത് തങ്ങളുടെ ആത്മീയമായ കപടമായ ആത്മീയ സാമ്രാജ്യത്വത്തിന്, കപടമത സാമ്രാജ്യത്വം തകരും. ഈ ഏകദൈവവുമായി വന്നാൽ, മനുഷ്യർ ദൈവത്തിൻ്റെ പിന്നിൽ ഒന്നിച്ചാൽ, ജാതി തുടച്ചു നീക്കപ്പെട്ടാൽ, ഒരറബിക്കും ഒരനറബിയേക്കാൾ ഒരു മഹത്വവും ഇല്ലടോ. അള്ളാഹുവിനെ ഭയപ്പെടുന്നെങ്കിൽ അല്ലാതെ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു എന്നതിൽ മാത്രമാണ് മനുഷ്യരിൽ അറബിയാണെന്നുള്ളത് കൊണ്ടൊരു മഹത്വവുമില്ല എന്ന് അറേബ്യയുടെ ദേശീയതയുടെ പേരിൽ, അറബിയാണെന്നതിൻ്റെ പേരിൽ അഹങ്കരിച്ചവൻ്റെ മുഖത്ത് നോക്കി. അറബിക്കില്ല അനറബിയേക്കാൾ, ആഫ്രിക്കക്കാരനേക്കാൾ, ഇന്ത്യക്കാരനേക്കാൾ ഒരു മഹത്വമെന്ന് ഇന്ന് പറയാൻ ധൈര്യമില്ലാത്ത വാചകങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ ഓതി കേൾപ്പിച്ചുകൊണ്ട് അറേബ്യൻ ജനതയെ മുഹമ്മദ് മുസ്തഫ സമുദ്ധരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ പ്രശ്നങ്ങൾ മൂന്നും പുണ്യ റസൂലിനെ വേട്ടയാടി. പ്രതിസന്ധികൾക്ക് പരിഹാരം പ്രവാചകന്റെ പാതയിലുണ്ടോ എന്ന് ശരിക്കാലോചിച്ചോ? ഈ 3 പ്രശ്നമാണ് ഞാനിവിടെ പറഞ്ഞല്ലോ. ആ 3 പ്രശ്നങ്ങളായിരുന്നു പ്രവാചകന്റെ പ്രശ്നമെന്ന് ഖുർആൻ. എന്തൊക്കെയാ 3 പ്രശ്നം? ഇവിടത്തെ 3 പ്രശ്നം എന്താ? ഒന്ന്, പിടിച്ച് ജയിലിൽ തള്ളുക. ഇവിടെ 75,000-ത്തിലധികം നിരപരാധരായ ചെറുപ്പക്കാർ ഇന്ത്യൻ ജയിലഴികളിലാണ് വിചാരണയില്ലല്ലോ. അബ്ദുൽ നാസർ മഅദനിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് വിചാരണ ഉണ്ടാവില്ലായിരുന്നു. എപ്പോ? അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചു കൊടുക്കാൻ സന്നദ്ധതയുള്ള അനുയായികളുള്ളത് കൊണ്ടാ വിചാരണ നടക്കണത്. കേസിൽ പിടിച്ചിട്ട് അല്ലെങ്കിൽ NIA ചുമത്തി കഴിഞ്ഞാൽ പിന്നെ താൻ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കേണ്ട ജോലി ഭീകരമുദ്ര ചാർത്തപ്പെട്ട പ്രതിക്കാണത്രേ. മറ്റേതാരുടെയെങ്കിലും കേസ് ചാർജ് ചുറ്റിയാൽ പോലീസ് തെളിയിക്കണം കുറ്റക്കാരനാണെന്ന്. പോലീസ് തെളിയിക്കേണ്ട, പ്രതി തെളിയിക്കണം. പ്രതിയുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്ന് പറഞ്ഞാൽ കുറ്റം ആരോപിക്കപ്പെട്ടാൽ
എന്നും കുറ്റവാളിയായിരിക്കണം എന്നൊരു നിയമം വന്നാൽ അത് അനീതിയാണ്. കാരണം തെളിയിക്കാൻ വഴിയില്ലാത്തവൻ, വകയില്ലാത്തവൻ അവനെങ്ങനെ തെളിയിക്കും? വേണ്ട, നീ തെളിയിക്കണ്ട, നീ എന്നും ഭീകരനാണ്, നിനക്ക് ജയിലഴികളാണ് വിധിക്കപ്പെട്ടത് എന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്ത് വന്ന അന്ന് മുതൽ നമ്മുടെ 75,000 പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കാ. 75,000 മുസ്ലിം ചെറുപ്പക്കാർ, മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്, ദളിതരടക്കം, അവർ ഇന്ത്യൻ ജയിലുകളിൽ വിചാരണ പൂർത്തിയാക്കാതെ കിടക്കുകയാ. എത്രയോ പേർ. ഇതൊക്കെ ഒന്ന് ജയിലിൽ പിടിച്ചിടുക, രണ്ടാമത്തേത് കൊന്നുകളയുക, ആൾക്കൂട്ട കൊലപാതകം കെട്ടിത്തൂക്കുക, ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഹാഫിദ് ജുനൈദിനെ പോലുള്ളവരെ കൊല്ലുക, ഇങ്ങനെ കൊന്നുകളയുക. മൂന്നാമത്തേത് എന്താണ്? നാട്ടിൽ നിന്ന് പുറത്താക്കുക, പൗരത്വം ഇല്ലാതാക്കുക. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മളെ വേട്ടയാടുന്നതെങ്കിൽ അള്ളാഹു പറയുകയാണ്, പ്രവാചകപാത ഹിജ്റ എന്ന് പറയുന്നത് അതിൻ്റെ നാളുകൾ കടന്നു വന്ന് അല്പമൊന്ന് പിന്നിട്ടിട്ടേ ഉള്ളൂ. ഇസ്ലാമിക കലണ്ടർ തുടങ്ങുന്നത് ഹിജ്റ കൊണ്ടാണ്. പ്രവാചകന് നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ മദീനയിലേക്ക് പോയതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഹിജ്റയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഹിജ്റയ്ക്ക് ഇടയാക്കിയ സാഹചര്യം അല്ലാഹു പറയുകയാണ്, നബിയെ, താങ്കൾക്കെതിരിൽ സത്യനിഷേധികൾ ഗൂഢപദ്ധതികൾ ആവിഷ്കരിച്ച സന്ദർഭം അങ്ങോർത്തു നോക്കുക. എന്തിനായിരുന്നു അവരുടെ പദ്ധതി? ലിയുസ്ബിതൂക, ഒന്നാമതായി താങ്കളെ ജയിലിൽ ഇടണമെന്ന്. നബിയെ എന്ത് ചെയ്യണം? ഇവരുടെ താല്പര്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രബോധനവുമായി മുന്നോട്ടാണ്. ഇവരുടെ അജണ്ടകൾ പൊളിയുകയാണ്. ദൈവ വിൽപ്പനയും അതുപോലെ തന്നെ മതം വിറ്റ് ജീവിക്കുന്ന, ഉപജീവനം കഴിക്കുന്ന പുരോഹിതന്മാർക്ക് സഹിച്ചില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? ഒന്നാമത്തെ അജണ്ട ലിയുസ്ബിതൂക, നബിയെ ജയിലിൽ അടയ്ക്കുക, ഒന്നാമത്തെ ജയിൽ. രണ്ടാമത്തേത് ഔ യഖ്തുലൂക, അല്ലെങ്കിൽ ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ നാട് കടത്തുക. രണ്ടാമത്തെ ആലോചന പൗരത്വം നിഷേധിക്കുക. മക്കയിൽ ജനിച്ച നബിയെ മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക, ഏതെങ്കിലും അജ്ഞാതമായ നാട്ടിൽ കൊണ്ട് തള്ളുക, നാട് കടത്തുക. അവരിട്ട പദ്ധതി ഖുർആൻ പറയുകയാ ഔ യുഖ്രിജൂക. മൂന്നാമത് അവരിട്ട പദ്ധതി അതല്ല, നാട് കടത്തിയാലും ചെല്ലുന്നിടത്തി പ്രവാചകൻ സ്വാധീനം ഉറപ്പിച്ചേക്കും, അതുകൊണ്ട് നാട് കടത്തിയാലും അയാൾ ജീവിക്കുമല്ലോ, അതുകൊണ്ട് ഔ യഖ്തുലൂക, കൊന്നേക്കുക. അതാണല്ലോ ഇപ്പോൾ നമ്മുടെ മഅദിനിയോടൊക്കെ കാണിക്കുന്ന എന്താ കാണിക്കുന്നത്? നാട് കടത്തിലും ജയിലിലടക്കലും ഒക്കെ. അതിനപ്പുറത്ത് മരിക്കുന്നവരെ അവിടെ കിടക്കട്ടെ എന്നാ, മരിക്കുന്നവരെ കിടക്കട്ടെ, അതാണ് അജണ്ട. അതല്ലാതെ എന്താ? കൊന്നേക്കുക. അപ്പം നാടും കടത്തുക, ജയിലിലും അടയ്ക്കുക, കൊല്ലുന്നവരെ എന്നതല്ലേ അജണ്ട. അല്ലാതെ എന്താ? അല്ലെങ്കിൽ വിധി പറയാൻ 25 കൊല്ലമൊക്കെ വേണോ? ഒരു മനുഷ്യൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് വിധി പറഞ്ഞിട്ട് എന്താ നേരം? വൈകി വരുന്ന നീതി നിഷേധത്തിന് തുല്യമാണെന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്നിടത്ത് നിരപരാധിയായിരുന്നു, 10 കൊല്ലം ജയിൽ ശിക്ഷ കൊടുത്തിട്ട് മഅദിനെ പുറത്തു വിട്ടപ്പോൾ പറഞ്ഞത് അദ്ദേഹം നിരപരാധിയായിരുന്നു. 10 കൊല്ലം ജയിലോ, നിരപരാധി ശിക്ഷിക്കപ്പെട്ടു എന്ന് പരസ്യ പ്രഖ്യാപനം. അപ്പം നിരപരാധിക്ക് ശിക്ഷ. ഇതൊക്കെ നടത്തുന്ന എന്തിനാ? ഇസ്ലാമിനെ പൊളിച്ചേക്കാം, ഇസ്ലാമിക സമൂഹത്തെ നിർവീര്യമാക്കിയേക്കാം, അവർ വളരില്ല, അവർ പുരോഗമിക്കില്ല. ഇത് തന്നെയാണ് പ്രവാചകനെതിരെ അവർ ഉപയോഗിച്ച അജണ്ട. ഔ യുഖ്രിജൂക ഔ യഖ്തുലൂക, അവർ പുറത്താക്കിയേക്കാം, കൊന്നുകളഞ്ഞേക്കാം. പക്ഷെ അല്ലാഹു പറയുകയുണ്ടായി, വയംകുറൂന വയംകുറുല്ലാഹ്, അവർ ഗൂഢപദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് അള്ളാഹുവും പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടായിരുന്നു. വയംകുറുല്ലാഹ്, അള്ളാഹുവും പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ടായിരുന്നു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാഹുവിൻ്റെ പദ്ധതികൾ വിജയിക്കുന്ന പദ്ധതിയാണ്. ഇന്ത്യ രാജ്യത്തോ ലോകത്തോ മുസ്ലിമീങ്ങളെ തകർക്കാൻ എത്ര ശ്രമിച്ചാലും പരീക്ഷണങ്ങൾ മുസ്ലിമീങ്ങൾക്ക് പുത്തരിയല്ല, പ്രവാചകന്മാരുടെ കാലം മുതലേ ഉള്ളതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളായത്. പക്ഷെ അതുകൊണ്ട് ഇസ്ലാം തകർന്നോ? 13 കൊല്ലം മക്കയിൽ പുണ്യ റസൂൽ പ്രവർത്തിച്ചു. 13 കൊല്ലം കഴിഞ്ഞപ്പോഴും നാട്ടിൽ ഇവർ നിക്കക്കള്ളി നൽകിയില്ല. 13 കൊല്ലം കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് പോവുക. 13 കൊല്ലം കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് പോവുക. നാട്ടിൽ നിന്ന് പോയ നബി 10 കൊല്ലമാണ് മദീനയെ ജീവിച്ചത്. 10 കൊല്ലത്തിനിടയിൽ 8 കൊല്ലം കഴിഞ്ഞപ്പോൾ മക്കയിലേക്ക് വിജിഗീഷുവായി തിരിച്ചു വരികയാ. 10,000 പടയണിയുമായി ഒരു തുള്ളി രക്തം ചിന്താതെ മുഹമ്മദ് മുസ്തഫ മക്കയുടെ ആധിപത്യത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. ഇതിൻ്റെ പേരാണ് ഹിജ്റ. ആ ഹിജ്റയ്ക്കിടയാക്കിയ സാഹചര്യങ്ങളിൽ ഈ ജയിലിലടയ്ക്കലുണ്ടായിരുന്നു. കൊല്ലാൻ ഉറങ്ങിക്കിടക്കുന്ന വസതിയിൽ ഇന്നത്തെ രാത്രിയിൽ കൊന്നേക്കാൻ തീരുമാനിച്ച്
17 പ്രബല ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഏറ്റവും മൂർച്ചയുള്ള വാളുകൾ അവരുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ മുഹമ്മദ് എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാവരും ചേർന്ന് 17 വെട്ടല്ല ഒറ്റവെട്ടായിരിക്കണം. എല്ലാം ഒന്നിച്ചൊറ്റ വെട്ടിന് എല്ലാവരും കൂടി ചേർന്ന് മുഹമ്മദിനെ കൊന്നാൽ നഷ്ടപരിഹാരം കൊണ്ട് മുഹമ്മദ് തൃപ്തിപ്പെടേണ്ടി വരും. മുഹമ്മദിൻ്റെ ഗോത്രം എന്ന് പറഞ്ഞ് മുഹമ്മദ് നബിയെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു അറിവ് കൊടുത്തിട്ട് മുഹമ്മദ് മുസ്തഫ അവരുടെ കണ്ണുകളിലേക്ക് പൊടിമണ്ണ് വാരിയിട്ട് എറിഞ്ഞുകൊണ്ട് സൂറത്ത് യാസീനിലെ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും വഹും ലാ യുബ്സിറൂൻ എന്ന ആയത്തോതി ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മെ പഠിപ്പിച്ചത് മരണം മുന്നിൽ കാണുന്ന പ്രതിസന്ധിയും വരും മുസ്ലിമേ. പക്ഷേ നിന്നെ തകർക്കാൻ ഒരാളുടെ മരണം കൊണ്ടോ 2 ആളുടെ മരണം കൊണ്ടോ 1000 പേരുടെ മരണം കൊണ്ടോ തകരുന്ന മതമല്ല അള്ളാഹുടെ മതം അല്ല. അത് നമ്മളെ പഠിപ്പിക്കുകയാണ് ഹിജറ. എന്തിനാണ്? ഗാന്ധിജിയുടെ പോലും പ്രശംസ പിടിച്ചു പറ്റിയ മഹാനായ ഉമറുൽ ഫാറൂഖാണ് ഇസ്ലാമിക കലണ്ടറിന് പേരിടേണ്ടത് ഏത് ചരിത്രത്തിൽ നിന്നാണെന്ന് തീരുമാനിച്ചത്. പല ആലോചനകളും വന്നു. പക്ഷെ ഹിജറയായിരിക്കട്ടെ, ഹിജറയുടെ ഓർമ്മയിലായിരിക്കട്ടെ ഓരോ ആണ്ടും തുടങ്ങേണ്ടത് എന്ന് ഉമറുൽ ഫാറൂഖ് തീരുമാനിച്ചു. ആ ഉമറിൻ്റെ ഭരണം ഇന്ത്യക്ക് വരണമെന്നുള്ളതാണ്. എൻ്റെ സങ്കല്പത്തിലെ രാമരാജ്യം എന്ന് പറഞ്ഞതും നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ്. ഉമറുൽ ഫാറൂഖ് എന്തിനാ ഹിജറ പഠിപ്പിച്ചേ? എപ്പോഴും ഇസ്ലാമിക സമൂഹത്തിന് ഹിജറയുടെ പ്രതിസന്ധി ഉണ്ടാകും. നാട് വിട്ടു പോകാൻ നിർബന്ധിക്കപ്പെടുന്നത് പോലുള്ള അല്ലെങ്കിൽ നാട്ടിൽ സ്വൈരമായി ജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നിക്കക്കള്ളിയില്ലാത്ത പ്രതിസന്ധികൾ മുസ്ലിം ലോകം അഭിമുഖീകരിക്കുമ്പോൾ ഓരോ വർഷവും അവൻ എത്തി നോക്കേണ്ടതും തിരിഞ്ഞു നോക്കേണ്ടതും ഹിജ്റയിലേക്കാണ്. അപ്പോൾ അവന് കാണാം അവിടെ ജയിലിൽ അടയ്ക്കലിൻ്റെ പീഡനമുണ്ടായിരുന്നുവെന്ന്, അവിടെ വകവരുത്താനുള്ള പീഡനമുണ്ടായിരുന്നുവെന്ന്, അവിടെ പൗരത്വം നിഷേധിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പീഡനമുണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ട് ഇത് പറഞ്ഞിടത്ത് അല്ലാഹു തആല ഈ 3 കാര്യവും ചേർത്ത് വെച്ചു. ലിയുസ്ബിതുക ഔ യഖ്തുലുക ഔ യുഖ്രിജുക, നാട് കടത്താൻ, കൊല്ലാൻ, വകവരുത്താൻ, അതുപോലെ തന്നെ ജയിലിലിടാൻ. ഈ 3 ശ്രമങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നേരെ നടത്തി. പക്ഷേ സംഭവിച്ചെന്താ? അള്ളാഹിൻ്റെ പ്രവാചകനെ അല്ലാഹു തആല പരീക്ഷണത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. മുസ്ലിമിനെ അള്ളാഹ് പരീക്ഷിക്കും. മുസ്ലിം ഒരിക്കലും അവൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പറിയാൻ വേണ്ടി തന്നെ അള്ളാഹ് പരീക്ഷിക്കും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജുഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ. അള്ളാഹ് പറയുകയാണ്, വലനബ്ലുവന്നകും മുസ്ലിമീങ്ങളെ, നിങ്ങളെ തീർച്ചയായും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും കേട്ടോ. ചില ആളുകൾ വിചാരിച്ചിരിക്കുന്ന ഖുർആനിൽ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹ് കൊടുത്തിരിക്കുന്ന ഓഫർ, നിങ്ങളൊന്ന് മുസ്ലിമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് വന്നാൽ നിങ്ങൾ ഉടനെ നല്ല കൊട്ടാരത്തിൽ പാർപ്പിക്കുന്ന നല്ല പട്ടമഹിഷിയെ കിട്ടും, നിങ്ങൾക്ക് കൊട്ടാരം പോലുള്ള കാറ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് അല്ല. ലനബ്ലുവന്നകും, തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി, ഭയമിട്ട് തന്നുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. പേടി മനസ്സിൽ. ഇപ്പം എല്ലാവർക്കും പേടിയല്ലേ? ബാബരി മസ്ജിദിൻ്റെ വിധി പ്രസ്താവം വന്നിട്ട് 2-3 ദിവസം എല്ലാവരും മിണ്ടാതിരിക്കുക, പേടിച്ചു പോയി അല്ലേ? പേടിപ്പിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. മിണ്ടിപ്പോയാൽ എന്നും പറഞ്ഞിട്ട് അനീതിയെക്കുറിച്ച് അക്ഷരം മിണ്ടിപ്പോകരുത്, പേടിയിട്ട് തന്നുകൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. മിനൽ ഖൗഫ് ഖുർആനാണ്, ഖുർആൻ പറഞ്ഞ തെറ്റൂല. മിനൽ ഖൗഫി വൽ ജൂഇ, നിങ്ങൾക്ക് പട്ടിണി തന്നുകൊണ്ട് അല്ലാഹ് പേടിപ്പിക്കും, പരീക്ഷിക്കും. പട്ടിണിയിൽ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കും. ഈ പരീക്ഷണം അവിടെ ഉണ്ടായില്ലേ? ഷീബ് അബൂ താലിബിൽ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഉണ്ടായില്ലേ? അബൂ താലിബിൻ്റെ കൈവശമുണ്ടായിരുന്ന മക്കയുടെ കഅബയോട് ചേർന്ന മലഞ്ചെരുവിൽ 3 വർഷക്കാലം ഖുറൈശികളുടെ ബഹിഷ്കരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനും അനുയായികളും പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞില്ലേ? അവർ മരത്തിൻ്റെ ചില്ലകളും തൊലികളും ഇലകളും അത് കൊഴിച്ചിട്ട് ഭക്ഷിക്കേണ്ട അവസ്ഥ സംജാതമായില്ലേ? ഈ വിശപ്പ് കൊണ്ടും പരീക്ഷിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫയെ. അന്ന് ഇസ്ലാമിൻ്റെ വളർച്ചയെക്കുറിച്ച് ഒരു പ്രതീക്ഷയും ഇല്ല. ലോകത്ത് 1500 കൊല്ലം കഴിയുമ്പോൾ 3000 കൊല്ലം പഴക്കമുള്ള യഹൂദി മതത്തിൻ്റെ ആ ആളുകളെക്കാളും 2000 വർഷം പഴക്കമുള്ള ക്രൈസ്തവ മതത്തിൻ്റെ ആളുകളെക്കാളും, അല്ലെങ്കിൽ അതിനോടൊപ്പം ഈ ഇസ്ലാം വളരും, 1500 വർഷം മാത്രം പഴക്കമുള്ള ഈ ഇസ്ലാം വളരുമെന്നുള്ളതിൻ്റെ യാതൊരു പ്രതീക്ഷയുടെ കൈത്തിരിയും മുമ്പില്ലാഞ്ഞ കാലഘട്ടത്തിൽ പട്ടിണി സഹിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷൈബ് അബൂ താലിബിൻ്റെ മലഞ്ചെരുവിൽ കഴിഞ്ഞുകൂടിയില്ലേ? പരീക്ഷണമായിരുന്നു അത്. മുഹമ്മദ് നബി പരീക്ഷിക്കപ്പെട്ടു.
സഹാബാക്കൾ പരീക്ഷിക്കപ്പെട്ടു, പിന്നെ നമുക്ക് മാത്രം പരീക്ഷണം വരില്ലെന്ന് ആരാ പറഞ്ഞേ? വന്നോട്ടെ. വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കണം. അതാണ് അള്ളാഹു തആല പറയുന്നത്. അങ്ങനത്തെ പരീക്ഷണം വരുമ്പോൾ വലയിൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നിങ്ങൾ അങ്ങനെ പരീക്ഷിക്കപ്പെടുമ്പോൾ, പീഡനത്തിൻ്റെ വാർത്തകൾ നിങ്ങൾ കാതുകൊണ്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ, വലയിൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുമെങ്കിൽ, ക്ഷമിച്ചോ, കുഴപ്പമൊന്നുമില്ല, അല്പം ക്ഷമിക്കാം, നമുക്ക് ഇതൊക്കെ സഹിക്കാനുള്ള വല്ല മാർഗമുണ്ടോ? അസംതൃപ്തി ഉണ്ട് ഉള്ളിലിതൊക്കെ. വലയിൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. ക്ഷമിച്ചിട്ട് വെറുതെ വീട്ടിൽ പോയി ഇരുന്നാൽ പോരാ. കള്ള് ഷാപ്പിൽ പോയി കള്ളടിച്ചിട്ട് കിറങ്ങിപ്പോയി വീട്ടിൽ കിടന്ന് ഉറങ്ങിയാലും പോരാ. വതത്തഖു, ഏകനായ അള്ളാഹുവിനെ, മുഹമ്മദ് മുസ്തഫയെ നാട്ടിൽ നിന്ന് നാട്ടിപ്പുറത്താക്കിയിട്ട് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു തുള്ളി ചോര ചിന്താതെ ആ ഖുറൈശികളുടെ 13 കൊല്ലം മുമ്പ് ജീവിക്കാൻ പറ്റാതെ നാട്ടിൽ നിന്ന് പോയ നബിയെ അള്ളാഹു കൊടുത്ത ഓഫർ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്, പോകുമ്പോൾ അള്ളാഹു ഒരു ഓഫർ കൊടുത്തിരുന്നു, നബിയെ അങ്ങേക്ക് ഖുർആൻ തന്ന അള്ളയാണ് സത്യം, അള്ളയാണ് സത്യം, ലറാദുക ഇലാ മആദ്, താങ്കളുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും ഞാൻ. ഓ, എന്തൊരു ഓഫറാണത്! കൊണ്ടുവന്നില്ലേ? 10 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നില്ലേ? ആ അന്ന് ആരംഭിച്ച മതമല്ലേ പ്യൂ റിസർച്ച് സെൻറ്റർ നേരത്തെ ഞാൻ പറഞ്ഞ 2070 ആകുമ്പോൾ ലോകത്തെ 1ാമത്തെ മതമാകാൻ പോകുന്നത് ഈ ഇസ്ലാമാണെന്ന് പറയുന്നത്. 13 കൊല്ലം തൻ്റെ നാട്ടിൽ നബിയായി ജീവിച്ചപ്പോൾ ജീവിക്കാൻ പോലും അനുവദിക്കാതിരുന്നിട്ട് മദീനയിലേക്ക് പോയി 10 കൊല്ലം അവിടെ ഭയപ്പെട്ട് ജീവിച്ചു. സഹാബാക്കൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തവക്കുൽ ചെയ്ത് ജീവിച്ചു. പ്രശ്നത്തിന്, പ്രതിസന്ധിക്ക് അള്ളാഹു പരിഹാരം തരുമെന്ന് തീരുമാനിച്ചു. അള്ളാഹുവിന് വേണ്ടി 5 നേരം നമസ്കരിക്കുന്നതിൽ അവർ മുറതെറ്റിച്ചില്ല, നോമ്പ് വയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയില്ല, അതുപോലെ തന്നെ അവർ സക്കാത്ത് കൊടുക്കുന്നതിൽ വിസമ്മതം പ്രകടിപ്പിച്ചില്ല. ഹറാമുകളിൽ നിന്ന് സമ്പൂർണ്ണമായി അകന്നു നിന്ന് ഒരു തുള്ളി മദ്യം അവരാരും തൊട്ടു നോക്കിയിട്ടില്ല. അവർ ജീവിതത്തിൽ വ്യഭിചരിച്ചിട്ടില്ല. ഒരിക്കൽ മായിസിന് അങ്ങനെ ദുർബല സാഹചര്യത്തിൽ വ്യഭിചരിക്കേണ്ടി വന്ന മായിസ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, തഹിർനി യാ റസൂലല്ലാ, നബിയെ എന്നെ ശുദ്ധീകരിച്ച് എന്നെ സ്വർഗത്തിലേക്ക് അയക്കണം, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയെ. നബി പറഞ്ഞു, ഇല്ല, അദ്ദേഹം മദ്യപിച്ചുവോ എന്ന് പരിശോധിക്കുക എന്ന് അനുയായികളോട് പറഞ്ഞു. അവർ വാ പിളർന്നു നോക്കി, വായിൽ മദ്യത്തിൻ്റെ ഗന്ധം ഏതുമില്ല, ബോധപൂർവം തന്നെ പറഞ്ഞതാണെന്ന് ബോധ്യപ്പെട്ടു. അവസാനം 4 പ്രാവശ്യവും ആവർത്തിച്ച് പറഞ്ഞപ്പോൾ വ്യഭിചാരത്തിൻ്റെ ഹദ്ദ് നടപ്പാക്കാൻ നിർബന്ധിതനായ മുഹമ്മദുർ റസൂലുള്ളാഹി മായിസിന്റെ മേൽ വ്യഭിചാരത്തിൻ്റെ ഹദ്ദ് നടപ്പാക്കി മരുഭൂമിയിലെ ഒഴിഞ്ഞു കോണിൽ കൊണ്ടുപോയി മായിസിനെ കല്ലെറിഞ്ഞു കൊന്നു. അവർ വ്യഭിചരിച്ചത് ഒരു സംഭവമാണ്. ആ വ്യഭിചാരി സ്വന്തമായി അതിൻ്റെ ശിക്ഷ നബിയുടെ മുമ്പിൽ വന്ന് ഏറ്റുവാങ്ങിപ്പോയി. അത്രയും പരിശുദ്ധിയോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉറച്ചു നിന്ന ആ സമൂഹത്തെ ആരുടെയും ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയില്ല, അക്കാലഘട്ടത്തിൽ റോമിൻ്റെ പിന്തുണയില്ല, പേർഷ്യൻ സാമ്രാജ്യത്വ ശക്തികളുടെ പിന്തുണയില്ലാതിരിക്കെ ആ മുഹമ്മദുർ റസൂലുള്ളാഹിയെ അള്ളാഹു സംരക്ഷിച്ചതുപോലെ നിങ്ങളെയും അള്ളാഹു സംരക്ഷിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ വലയിൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചു കൊള്ളണം, സഹിച്ചോണം. ക്ഷമിച്ചാലും സഹിച്ചാലും മാത്രം പോരാ, നിങ്ങളുടെ ജീവിതത്തിൽ 100% തഖ്വ ഉറപ്പ് വരുത്തിക്കോണം. ഞാൻ അള്ളയെ വെറുപ്പിച്ചിട്ടില്ല, ഹറാമ് ചെയ്തിട്ടില്ല, അള്ള നിർബന്ധിച്ച ഫർളൊന്നും ഞാൻ മുടക്കിയിട്ടില്ല എന്നോരോ മുസ്ലിമും ഉറപ്പ് വരുത്തിക്കൊണ്ട് ക്ഷമയോടെ മുന്നേറിയാൽ അത് ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ കൈക്കൊണ്ട സമീപനമാണ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തപ്പോഴും അള്ള കാത്തോളും, സഹായിച്ചോളും. അതുകൊണ്ട് ഐക്യരാഷ്ട്രസഭ എതിരായിക്കോട്ടെ, ഇസ്രയേൽ എതിരായിക്കോട്ടെ, ഇന്ത്യ എതിരായിക്കോട്ടെ, ഇന്ത്യ നമ്മുടെ രാജ്യം എതിരാകാൻ പാടില്ലാത്ത രാജ്യമാ. പക്ഷേ ഈ പുതിയ ഭരണാധികാരികൾ വന്നതോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം പോലും ഇസ്ലാമിനെതിരാകുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ എല്ലാവരും എതിരായാലും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, ഒരു ചുക്കും ഈ സമുദായത്തെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പേടിയില്ലാതെ, ഭീതിയില്ലാതെ ഹിജ്റ ചെയ്തോളൂ. അള്ളാഹിൻ്റെ റസൂലിനെ ഹിജ്റ ചെയ്യിച്ചത് വേദനയുടെ നടുവിലൂടെയായിരുന്നു എന്നോർക്കണം. ത്യാഗം അകമ്പടി സേവിച്ച അത്ഭുതമായിരുന്നു ഹിജ്റ, അല്ലെങ്കിൽ അത്ഭുതം അകമ്പടി സേവിച്ച ത്യാഗമാണ് ഹിജ്റ. ഹിജ്റ റസൂലുള്ളാഹിയുടെ പാത അതാണ്. എന്താണ് ഹിജ്റയ്ക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ വേണമെങ്കിൽ അള്ളാഹ്ക്ക് പറ്റില്ലേ, ബുറാഖ് എന്ന വാഹനത്തിൽ കയറ്റി ആകാശസീമകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ ലിഖാ നൽകിയ അള്ളാഹുവിന് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് മദീനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 2 ഒട്ടകം വേണോ?
കൊടും ചൂട് സഹിച്ചുകൊണ്ട് മരുഭൂമിയുടെ മണൽക്കാറ്റേറ്റുവാങ്ങിക്കൊണ്ട് പൊരി ചൂടിൽ 14 ദിവസമെടുത്ത് മദീനയിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഉണ്ട്, അത് നബിയാണെങ്കിലും ശരി. വിശ്വാസിയാണെന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. വിശ്വാസിക്ക് വിശ്വാസത്തിൽ ഉറപ്പുണ്ടെന്ന് തെളിയിക്കുന്ന പീഡനം ഉണ്ടാവും. അതാണ് പ്രവാചകപാത. അതാണ് പ്രവാചകപാത. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അഫഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ മുസ്ലിമീങ്ങൾ കരുതുകയാണോ അൻ യുത്റകൂ അവരെ വെറുതെ വിട്ടേക്കുമെന്ന് കരുതുന്നുണ്ടോ? അള്ളയാ ചോദിക്കുന്നത്, മോഡിയല്ലിത്. ഇത് നെതന്യാഹു ചോദിക്കുന്നതല്ല, ഇത് ട്രംപ് ചോദിക്കുന്നതല്ല. മുസ്ലിങ്ങളെ നിങ്ങളെ വെറുതെ വിടും ഞാനെന്ന് കരുതുന്നുണ്ടോ? വഹും ലാ യുഫ്തനൂൻ. നിങ്ങളുടെ വിശ്വാസത്തിലുള്ള നിങ്ങളുടെ ഉറപ്പ് ഞാൻ പരിശോധിച്ച് ഉറപ്പ് വരുത്തുന്നത് വരെ വിശ്വസിച്ചു. യഖൂലു ആമന്ന, ഞങ്ങൾ വിശ്വാസികളായി ഈമാൻ ഉള്ളവരാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് അഫഹസിബന്നാസ്, ജനങ്ങൾ കരുതിപ്പോയോ? അങ്ങനില്ല. പ്രശ്നം ഉണ്ടാവും, പീഡനം ഉണ്ടാവും, ഇതെല്ലാം വരും. പക്ഷെ ഇസ്ലാം തകരുകയില്ല. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായ അമേരിക്കയെതിര്, ലോകത്തെ ഏറ്റവും വലിയ കുടിലതന്ത്രക്കാരായ ഇസ്രയേലിനെതിര്, നമ്മുടെ മഹത്തായ രാജ്യം പോലും ഇന്ന് ഇസ്ലാമിനെതിരായി മാറുന്ന ഈ ഒരു സാഹചര്യത്തിലും ലോകത്തെ വലിയ മതമാകാൻ ഏറ്റവും പഴക്കം കുറഞ്ഞ പ്രവാചകൻ്റെ 1500 വർഷം മുഹമ്മദ് റസൂലുള്ള. ഈസ നബി 2000 കൊല്ല, മൂസ നബി 3000 കൊല്ല. ജൂതന്മാർ അവരുടെ ആളാണെന്നാണ് പറയുക. ഈസ നബിയുടെ ആളുകളാണെന്നാണല്ലോ ക്രൈസ്തവ സഹോദരങ്ങൾ പറയുന്നത്. ഏറ്റവും പഴക്കം കുറഞ്ഞ 1500 വർഷം പഴക്കമുള്ള പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളയുടെ മതം ഇവരെല്ലാം എതിരായി നിൽക്കുമ്പോൾ ലോകത്ത് വലുതാകുന്നുണ്ടെങ്കിൽ ഈ വിറളിയും മുറവിളിയൊക്കെ എന്തിനാന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഇതിനെ അന്ന് ഇല്ലാതാക്കി കളയാനാ. ഇല്ല കൂട്ടരേ, ഇല്ല ഇല്ല എന്നുറക്കെ പറയാൻ നമുക്ക് ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്ന പാഠം തരുന്നുണ്ട്. അള്ളാന്റെ റസൂലിനെ ഹിജ്റയുടെ ആ പാതകളിലൂടെ അള്ളാഹു വേദനിപ്പിച്ചില്ലേ? ശത്രുക്കൾ താൻ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ 100 ഒട്ടകം സമ്മാനമായി പ്രഖ്യാപിച്ചുകൊണ്ട് വേട്ടയാടിയില്ലേ? അതേ രാത്രിയിൽ തന്നെ വഴി തെറ്റിച്ചുകൊണ്ട് മദീനയിലേക്കുള്ള വഴി മറന്നുകൊണ്ട് എതിർ ദിശയിൽ പോയി 3 കിലോമീറ്റർ അകലെയുള്ള ഗാറ് സൗറിൽ പോയി മുഹമ്മദ് റസൂലുള്ള പാതിരാത്രിയിൽ അഭയം പ്രാപിച്ചില്ലേ? 2 മണിക്കൂർ വേണം ഇന്ന് ഒരാൾക്ക് അവിടെ കയറി പറ്റാൻ. എത്ര ത്യാഗം സഹിച്ചു. എന്നിട്ടും അവിടെ തേടി വന്നില്ലേ ശത്രുക്കൾ? എന്നിട്ടും അവിടെ തേടി വന്നിട്ട് തൊട്ടു മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ശത്രു, വാളൂരി പിടിച്ച ശത്രു ഈ ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കാതെ അവരുടെ കാൽ പെരുമാറ്റം അവിടെ ഇരുന്നുകൊണ്ട് അബൂബക്കർ കാണുന്നവർ പിടിച്ചു കളയുമല്ലോ നബിയെ എന്ന് അബൂബക്കർ വിലപിക്കുകയാണ്. അള്ളാഹു അത് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, യാ സത്യവിശ്വാസികളെ, മാലക്കും നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടാൻ ഇറങ്ങി തിരിക്കണമെന്ന് നിങ്ങളോട് ആവശ്യം വരുമ്പോൾ പറയപ്പെട്ടാൽ ഇസ്താഖൽതും ഇലൽ അർള്, നിങ്ങൾ ഭൂമിയിൽ അള്ളിപ്പിടിക്കുകയാണോ? ഇവിടെ കുറെ കാലം അങ്ങ് കൂടുതൽ ജീവിച്ചു കളയാമെന്ന് കരുതി അള്ളിപ്പിടിക്കുകയാണോ? അർളീതും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറ, പരലോകത്തേക്കാൾ നിങ്ങൾ ഇഹലോകത്തെ പ്രിയപ്പെട്ടു പോയോ? ഖുർആൻ. എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താ? അർളീതും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറ വമാ മതാഉൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറത്തി ഇല്ലാ ഖലീൽ. പരലോകത്ത് അതുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇഹലോക ജീവിതം തുച്ഛമാണ് കേട്ടോ. പരലോക ജീവിതത്തിൻ്റെ ദൈർഘ്യവും അതിൻ്റെ അനുഗ്രഹവും പരിഗണിക്കുമ്പോൾ ഈ ലോക ജീവിതം വളരെ തുച്ഛമാണ്. ഇല്ലാ ഖലീൽ. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ഇല്ലാ തൻസുറൂഹു, ആ നബിയെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ സഹായിച്ചില്ലേ പോടാ. അള്ളാഹ് പറയാ, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, ആ നബിയെ അള്ളാഹ് സഹായിച്ചിട്ടുണ്ട്. എവിടെ? ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇദ് ഹുമാ ഫിൽ ഗാർ, അവർ ഗാർ സൗറിൽ ഇരിക്കുമ്പോൾ അള്ളയല്ല സഹായിച്ചത്. എങ്ങനെ സഹായിച്ചു? ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ, അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് പറയുകയുണ്ടായി, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ പറഞ്ഞു, നബിയെ അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കണ്ടത് തന്നെ. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അബൂബക്കറെ ലാ തഹ്സൻ, ദുഃഖിക്കരുതേ അബൂബക്കറെ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അബൂബക്കറെ ദുഃഖിക്കണ്ട, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന് ആ പ്രവാചകൻ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു.
ഫഅൻസലല്ലാഹു സക്കീനത്തഹു അലൈഹി. തൊട്ടു മുമ്പിൽ വാളൂരി പിടിച്ചുകൊണ്ട് തലയിറക്കാൻ വേണ്ടി ശത്രുക്കൾ മുമ്പിൽ നിൽക്കുകയും അവരുടെ കാൽപെരുമാറ്റം കേൾക്കുകയും ചെയ്യുമ്പോഴും അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഈ വാക്ക് കേട്ടിട്ട് അല്ലാഹു തആല അവർക്ക് സമാധാനം കൊടുത്തില്ലേ? ഫഅൻസലല്ലാഹു സക്കീനത്തഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. അവർ കാണാത്ത സൈന്യത്തെ കൊണ്ട് അല്ലാഹു അവരെ സഹായിക്കുകയും ചെയ്തില്ലേ? എന്തായിരുന്നു ആ സൈന്യം? ആ സൈന്യം മറ്റൊന്നുമായിരുന്നില്ല, ആ ഗുഹാമുഖത്തേക്ക് വീണ് കിടന്ന ഒരു വൃക്ഷത്തിൻ്റെ ചില്ല. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, ഈ ഗുഹാമുഖം അടഞ്ഞു കിടക്കുമ്പോൾ അബൂബക്കറിനും മുഹമ്മദിനും ഇതിനകത്ത് കയറാൻ പറ്റൂല. അതുപോലെ തന്നെ മുട്ടയിട്ട് കുറുകുന്ന ഒരു പ്രാവ് അവിടെ ഇരിക്കുന്നു. എത്രയോ ദിവസമായി മുട്ടയിട്ട് കുറുകിയിരിക്കുന്ന പ്രാവാണ്. ഇതിനെ മറികടന്നുകൊണ്ടും അബൂബക്കറും മുഹമ്മദും ഇതിനകത്ത് കടന്നിട്ടില്ല. അവർ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഒരു ചിരന്തി വന്ന് വല കെട്ടുകയും ചെയ്തു. വല പൊട്ടാതെ എങ്ങനെയാണ് ഗുഹയ്ക്കുള്ളിലേക്ക് അവർ കടക്കുക എന്ന് തീരുമാനിച്ചു. അവരൊന്നും കാണാത്ത സൈന്യമെന്ന് അല്ലാഹു പറഞ്ഞത് ഇതാണ്. കണ്ടില്ലേ? വിഖായത്തുല്ലാഹു തആല ഇമാം ബൂസിരി പറഞ്ഞതുപോലെ തന്നെ അല്ലാഹു സഹായിക്കുന്നത് അങ്ങനെയാണ്. ലന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയത്തി ലം തൻസുജ് വലം തഹ്മി. ലന്നുൽ ഹമാം, അവർ മാടപ്രാവിനെ കണ്ടപ്പോൾ വിചാരിച്ചു. വലന്നുൽ അൻകബൂത, എട്ടുകാലിയുടെ വല കണ്ടപ്പോഴും അവർ വിചാരിച്ചു. അലാ ഖൈരിൽ ബരിയത്തി ലം തൻസുജ് വലം തഹ്മി. മുഹമ്മദ് നബി ഇതിനകത്ത് വന്ന് കയറിയതിന് ശേഷം എട്ടുകാലിക്ക് വല കെട്ടാൻ സമയം കിട്ടിയിട്ടില്ല, പ്രാവിന് മുട്ടയിടാൻ പിന്നെ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും മുഹമ്മദ് ഇതിനകത്ത് കടന്നിട്ടില്ലെന്ന് തീരുമാനിച്ച് അവർ തിരിച്ചു പോയത് അള്ളാഹുടെ സഹായമായിരുന്നില്ലേ? കാണാത്ത സഹായം. വിഖായത്തുല്ലാഹി അഗ്നത അൻ മുളാഅഫത്തിൻ മിനദ്ദുറൂഇ വൻ ആലിം മിനൽ ലുത്മി. അള്ളാഹുവിൻ്റെ കാവൽ കോട്ട അവരെ സംരക്ഷിച്ചത് എങ്ങനെയാണെന്നറിയുമോ? അതിശക്തമായ രക്ഷാകവചം, പടയച്ചട്ടകൾ നൽകുന്ന സഹായത്തേക്കാൾ, അതുപോലെ തന്നെ നല്ല ഉയരമുള്ള പർവ്വതങ്ങൾക്ക് നൽകാൻ കഴിയുന്നതിനേക്കാൾ മികച്ച കനത്ത ദുർഗം സൃഷ്ടിച്ചുകൊണ്ട് അല്ലാഹു തആല ആ മുഹമ്മദ് നബിയെ സഹായിച്ചില്ലേ? വഅൻസലഹു ബിജുനൂദിൻ ലം തറൗഹാ. സഹായിച്ചില്ലേ?